Dear students, today we are going to discuss about CMOS implementation of NAND and NOR gates. So we know that CMOS contains PMOS and NMOS. So let us see how we can draw NAND gate using CMOS. So it should contain PMOS and NMOS, that you should bear in mind, okay? So first of all, you know the truth table of NAND gate. That means there will be two input and one output. Input is A and B, output is AB bar. And the symbol of logic symbol of NAND gate is shown here. And the 0, 0 corresponding to 1, that is A and B multiplied and its inverse is taken. So 1 is 0, 1, 1, 1, 0, 1, 1, 1, 0. So there is no confusion for this truth table. So whenever both inputs are 0, we will have a high output. When one of the input is 0, we will have a high output. When both inputs are high, we will have a low output. So here the change occurs whenever both inputs are high, the output will be low. So ട്രൂത്ത് ടേബിൾ അനുസരിച്ചിട്ട് നിങ്ങൾ നോക്കുകയാണെങ്കിൽ 0, 0 വരുമ്പോൾ 1ഉം 0, 1 വരുമ്പോൾ 1, 1, 0 വരുമ്പോൾ 1, 1, 1 വരുമ്പോൾ മാത്രമേ 0 വരുന്നുള്ളൂ. അപ്പോൾ നമുക്കറിയാം CMOS ഗേറ്റിലാണെങ്കിൽ PMOSും ഉണ്ട്, അതുപോലെ തന്നെ NMOSും ഉണ്ട്. അപ്പോൾ കണക്ഷൻ കൊടുക്കുമ്പോൾ ഇപ്പോൾ 2 ഇൻപുട്ട് ഉള്ളതുകൊണ്ട് നമുക്ക് എന്ത് മനസ്സിലാക്കണം, 2 PMOS ഉണ്ടാവും, അതുപോലെ തന്നെ 2 NMOSും ഉണ്ടാവും എന്ന് മനസ്സിലാക്കുക അല്ലേ. നമ്മൾ നേരത്തെ ഇൻവേർട്ടറിൻ്റെ കേസിലാണെങ്കിൽ എന്തായിരുന്നു, ഒരു PMOSും ഒരു NMOSും ആണ്. കാരണം എന്താണ്, ഇൻവേർട്ടർ എന്ന് പറയുന്ന ഒരു ഇൻപുട്ടും ഒരു ഔട്ട്പുട്ടും ഉള്ള ലോജിക് ഗേറ്റ് ആണ്. അതുകൊണ്ട് തന്നെ അതിന് ഒരു CMOSും ഒരു NMOSും ആണ് ഉണ്ടാവുക, ഒരു PMOSും ഒരു NMOSും ആണ് ഉണ്ടാവുക. ഇനി NAND ഗേറ്റ് ആണെങ്കിൽ 2 ഇൻപുട്ട് ഉണ്ട്. അപ്പോൾ 2 ഇൻപുട്ട് ഉണ്ടാകുമ്പോൾ കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ എന്ത് വേണം, 2 PMOSും 2 NMOSും ഉണ്ടായിരിക്കും. അത് ഓർത്ത് വെക്കുക. അപ്പോൾ അതിൻ്റെ കണക്ഷൻ വരുന്നത് ഈ രീതിയിലാണ്. 2 PMOS പാരലായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടാവും, 2 NMOS എങ്ങനെയാണ് സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഈ പാരലൽ കോമ്പിനേഷൻ ഓഫ് PMOSന് സീരീസ് ആയിട്ടായിരിക്കും സീരീസ് കോമ്പിനേഷൻ ഓഫ് NMOS ഉണ്ടായിരിക്കുക. അപ്പോൾ ബേസിക് ആയിട്ടുള്ള ഗേറ്റാണ് NAND ഗേറ്റ് എന്ന് പറയുന്നത്, യൂണിവേഴ്സൽ ഗേറ്റാണ് NAND ഗേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ CMOS വെച്ചിട്ടുള്ള ഡയഗ്രം എങ്ങനെയാണ്. അപ്പോൾ നിങ്ങൾ നോക്കുക, എയും ബിയും 2 PMOS അല്ല, അതിൽ ഒരു PMOSൽ A കൊടുത്തു ഇൻപുട്ട്, അടുത്ത PMOSൽ B കൊടുത്തു. പിന്നീട് അതുപോലെ തന്നെ NMOSും 2 എണ്ണമാണുള്ളത്, അതിലും ഒരു NMOSൽ A കൊടുത്തു, അടുത്ത NMOSൽ B കൊടുത്തു. അപ്പോൾ ഇതിൻ്റെ വർക്കിംഗ് നോക്കിയിട്ട് ഈ ഔട്ട്പുട്ട് കിട്ടുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കണം. എന്നിട്ട് സി ലെറ്റ് A be equal to 0 and B be equal to 0. So 0 comes here, 0 comes here, here also 0, here also 0. That is all the inputs are low. What will be the behavior of PMOS when the input is low? It will be turns on, right? It will on, this will be also on, this will be off, and this will be off. So there is a path for the VDD to the output through this PMOS. എയും ലോ ആണ്, ബിയും ലോ ആണ് അല്ലേ. അപ്പോൾ ഈ PMOS എന്താ, ഓൺ ആവും അല്ലേ, 2 PMOSും ഓൺ ആവും. അപ്പോൾ NMOSൻ്റെ ബിഹേവിയർ എങ്ങനെയാണ്, എയും ലോ ആണ്, ബിയും ലോ ആണ്. അപ്പോൾ ഇയാൾ എന്താണ്, ഓഫായി പോകും. അപ്പോൾ ഇവിടെ പാത്തൊന്നുമില്ല, ഇവിടെ ഓപ്പൺ ആയിട്ടാണ് ഉണ്ടാവുക. പകരം എന്താണ്, ഈ ഒരു സർക്യൂട്ടിൻ്റെ പോർഷനേ ഉണ്ടാവുള്ളൂ. അപ്പോൾ VDD ഈ PMOSിലൂടെ പോയിട്ട് ഔട്ട്പുട്ടിലേക്ക് കിട്ടും. അല്ലെ നമുക്ക് അങ്ങനെ പറയാം, VDDയിൽ നിന്നൊരു കറണ്ട് താഴേക്ക് പോവും, താഴെ ഓപ്പൺ ആയതുകൊണ്ട് താഴോട്ടേക്ക് കറണ്ട് പോവില്ല. അപ്പോൾ എന്താണ്, ഇവിടെ എന്താണ്, ഇവിടെ മാക്സിമം റെസിസ്റ്റൻസ് ആണല്ലോ. അപ്പോൾ ഇവിടെ കിട്ടുന്ന ഔട്ട്പുട്ട് വോൾട്ടേജ് മാക്സിമം റെസിസ്റ്റൻസ് ഉണ്ടാകും, കറണ്ടും ഉണ്ടാവും. മാക്സിമം റെസിസ്റ്റൻസ് കൊടുക്കുമ്പോൾ ഔട്ട്പുട്ടിൽ എന്താണ്, മാക്സിമം ഔട്ട്പുട്ട് വോൾട്ടേജാണ് കിട്ടുക. അതായത് ഇവിടെയുള്ള വോൾട്ടേജ് മൊത്തം ഇതിലൂടെ കറണ്ട് പോകാൻ വേണ്ടി ട്രൈ ചെയ്യും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് വോൾട്ടേജ് ഡ്രോപ്പായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്നാൽ മാക്സിമം ഔട്ട്പുട്ട് കിട്ടും. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം, VDD ഈ PMOSിലൂടെ തന്നെ ഔട്ട്പുട്ടിലേക്ക് കിട്ടും. അപ്പോൾ അത് കറസ്പോണ്ടിങ് ആയിട്ട് എന്താണ്, ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്താണ് വരിക, ഹൈ ആണ് വരിക അല്ലെ, VDD ആണ് വരിക. അപ്പോൾ ലോ ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു കണക്ഷൻ എന്താണ്, ഹൈ ഔട്ട്പുട്ട് കിട്ടും. അപ്പോൾ ഒന്നാമത്തെ കോമ്പിനേഷൻ ശരിയായി. അടുത്ത 0, 1 കൊടുത്തു നോക്കാം. എക്ക് 0 കൊടുത്തു, ബിക്ക് 1 കൊടുത്തു. ഇവിടെ എക്ക് 0, ഇവിടെ ബിക്ക് 1 ആണ് കൊടുക്കുന്നത്. അപ്പോൾ എക്ക് 0 ആകുമ്പോൾ ഇയാൾ ഓണായി അല്ലേ, ഇവിടെ 1 ആകുമ്പോൾ ഇയാൾ ഓഫായി. അപ്പോൾ ഇവിടെ നിന്ന് VDDക്ക് ഇതിലൂടെ തന്നെ പോവാം. ഓക്കെ, VDDയിൽ നിന്ന് വരുന്ന കറണ്ട് ഇതിലൂടെ പോകാം. ഇതിലൂടെ തന്നെ പോകാൻ പറ്റുമോ, ഇല്ല, കാരണം ഇയാളെന്താണ് 1 ആണ്. അപ്പോൾ ഇയാൾ 1 ആകുമ്പോൾ ഇയാൾ ഓഫായി പോയി. ഇനി അടുത്ത ആളെ നോക്കുക നമുക്ക്. എയിൽ 1 കൊടുക്കുന്ന, എയിൽ 0 കൊടുക്കുന്നല്ലേ, എയിൽ 0 കൊടുക്കുമ്പോൾ ഇയാൾ എന്തായി, ഓഫായി പോയി അല്ലേ. NMOSൻ്റെ ബിഹേവിയർ, ഇയാൾ ഓഫായി. ബിയോ ഇതിൽ ഹൈയാണ് കൊടുക്കുക. അപ്പോൾ ഇയാൾ ഓണാവും. പക്ഷേ ഇയാൾ ഓഫും ഇയാൾ ഓണും ആകുമ്പോൾ ഇങ്ങോട്ടേക്ക് പാത്തുണ്ടോ, ഇല്ല. ഇയാൾ ഓഫായി കഴിഞ്ഞാൽ ഇവിടെ പാത്തില്ല എന്നർത്ഥം. അപ്പോൾ ഇവിടെ നിന്ന് വരുന്ന VDDക്ക് ഇതിലേ പോവാം, പക്ഷേ ഇവിടെ പാത്തില്ല. അപ്പോൾ ഇങ്ങോട്ടേക്ക് പോകാൻ കഴിയില്ല. അപ്പോൾ എങ്ങനെ പോയത്, VDDയിൽ നിന്ന് വന്ന് ഓണായ എയിലൂടെ തന്നെ വന്ന് ഔട്ട്പുട്ടിലേക്ക് പോകും. അപ്പോൾ ഔട്ട്പുട്ടിൽ എന്ത് കിട്ടും, ഹൈ വോൾട്ടേജ് കിട്ടും അല്ലേ. VDD എങ്ങനെ പോകും, ഔട്ട്പുട്ടിലേക്ക് എത്തുന്നത് എങ്ങനെയാണ്, എയിലൂടെ തന്നെ. ബിയിലൂടെ തന്നെ പോയില്ല, അയാൾ എന്താണ്, ഓഫാണ്.
താഴോട്ടേക്കും പോയില്ല, കാരണം എന്താണ്, എ ഓഫാണ്. ഇവിടെ ഈ താഴോട്ടേക്ക് പോകണമെങ്കിൽ ഈ രണ്ട് പാത്തും ഓൺ ആവണം, എന്നാൽ മാത്രമേ താഴോട്ടേക്ക് പോകുള്ളൂ. അപ്പം 0 1 എന്നുള്ള ഇൻപുട്ട് കൊടുക്കുന്ന സമയത്ത് VDD ഏതിലേക്ക് എത്തുന്നുണ്ട്, ഔട്ട്പുട്ടിലേക്ക് എത്തുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്താണ്, ഹൈ ആയിരിക്കും അല്ലേ. നമുക്കങ്ങനെ പറയാം, ഇതിലേ പോവും, താഴോട്ടേക്ക് കറണ്ട് പോകാൻ നോക്കും, പക്ഷേ എന്താണ്, എ ഓഫ് ആയതുകൊണ്ട് ഇതിലേ പോകില്ല. അപ്പോൾ മൊത്തത്തിലുള്ള VDD എവിടെ ഡ്രോപ്പ് ആവും, ഇതിന് അക്രോസ് ഡ്രോപ്പ് ആവും. അപ്പോൾ ഔട്ട്പുട്ട് ഹൈ ആയിട്ട് കിട്ടും. ഈ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഇതിന് അക്രോസുള്ള വോൾട്ടേജ് ആണ് അല്ലേ, ഇതിനും ഗ്രൗണ്ടിനും അക്രോസുള്ള വോൾട്ടേജാണ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഏതെങ്കിലും പാത്ത് ഓഫായി പോയി കഴിഞ്ഞാൽ ഇവിടെ പാത്തില്ല, അപ്പോൾ മൊത്തത്തിലുള്ള വോൾട്ടേജ്, ഇൻപുട്ട് ഇവിടെ കൊടുക്കുന്ന വോൾട്ടേജ് ഇവിടെയാണ് ഡ്രോപ്പായിട്ട് കിട്ടുക. അപ്പോൾ കറസ്പോണ്ടിങ് ഔട്ട്പുട്ട് ഹൈ ആവും. ഇനി 1 0 അതുപോലെ തന്നെ 1 0 ആകുമ്പോൾ ഇയാൾ 1ഉം ഇത് 0 ആണ്. അപ്പോൾ ഇയാൾ ഓഫായി, ഇയാൾ എന്തായി, ഓണായി അല്ലേ, ബി ഓണായി. ഇനി ഇവരെ നോക്കുമ്പോൾ ഇവൻ എന്ത് ചെയ്ത്, എ എന്ന് പറയുന്നവൻ 1 ആയതുകൊണ്ട് ഓണായി. ഇത് NMOS ആയതുകൊണ്ടാണ്, രണ്ടും മാറ്റമുണ്ട്. PMOSൻ്റെ കേസിൽ ലോ വരുമ്പോൾ അത് ഓണാവും, NMOSൻ്റെ കേസിൽ ഹൈ വരുമ്പോഴാണ് ഓണാവുക. അപ്പോൾ ഇവിടെ 1 വരുമ്പോൾ, എക്ക് 1 വരുമ്പോൾ ഇവൻ ഓണായി, ബിക്ക് 0 വരുമ്പോൾ ഇവൻ ഓഫായി. ഇൻ എഫക്റ്റ് എന്താണ്, ഇങ്ങോട്ടേക്ക് പാത്തുണ്ടോ, ഇല്ല, കാരണം എന്താ, ബി ഓഫായിപ്പോയാണ്ട് ഇവിടെ പാത്തില്ല. ഇനി ഇവർ രണ്ടാളും പാരലായിരിക്കുന്ന സമയത്ത് ഇവൻ എന്താണ്, എ എന്തായി ഓഫായി, ബി എന്തായി ഓൺ ആവുകയാണ് ചെയ്തത്. അപ്പോൾ ഇവിടെ പാത്തുണ്ടല്ലേ, ഇങ്ങോട്ടേക്ക് പോകാൻ പറ്റില്ല, കാരണം ഇവൻ ഓഫാണ്, ഇവിടെ പാത്തില്ല. പക്ഷേ ഈ VDD ഇതിലൂടെ തന്നെ വരാം അല്ലേ, ഇതിലൂടെ തന്നെ ഗ്രൗണ്ടിലേക്ക് പോകാനാണ് നോക്കുക. പക്ഷേ ഇതിലൂടെ തന്നെ വന്നിട്ട് ഗ്രൗണ്ടിലേക്ക് പോവോ, ഇല്ല, കാരണം എന്താ, ബി എന്താണ്, ഓഫാണ്, ബി ഓഫാണ്. അപ്പോൾ ഇങ്ങോട്ടേക്ക് പോയില്ല, പിന്നെ ആകെയുള്ള പാത്ത് ഏതാണ്, ഇതാണ് അല്ലേ. അപ്പോൾ VDD ബിയിലൂടെ തന്നെ വന്ന് ഔട്ട്പുട്ടിലേക്ക് കിട്ടും അല്ലേ. നമുക്കങ്ങനെ അറിയാം, ഇവൻ ഓഫായതുകൊണ്ട് VDD അങ്ങനെ മാക്സിമം ഡ്രോപ്പ് ചെയ്തതിന് അക്രോസ് കിട്ടും, ഈ ഒരു പാത്തിന് അക്രോസ് കിട്ടും. അപ്പോൾ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഈ ഒരു പോയിന്റിനും ഗ്രൗണ്ടിനും ഇടയിലാണ്. അപ്പോൾ ഈ രണ്ട് പോയിന്റിനും ഇടയിലുള്ള വോൾട്ടേജ് ഡ്രോപ്പ് എത്രയാണ്, മാക്സിമം ആയിരിക്കും. അപ്പോൾ 1 0 എന്നുള്ള കോമ്പിനേഷനിൽ ഔട്ട്പുട്ട് എന്താണ്, മാക്സിമം ആയിരിക്കും, അതാണ്. അപ്പോൾ അവിടെ NAND ഓപ്പറേഷൻ കിട്ടുന്നുണ്ട് നമുക്ക് ഔട്ട്പുട്ട്. ഇനി നെക്സ്റ്റ് നോക്കുക, 1 1 ഇവർ 1 1 കൊടുക്കുമ്പോൾ ഇവർ രണ്ടാളും ഓഫായി പോകും അല്ലേ, ഇവർ PMOS ആണ്. ഇനി ഇവരെ നോക്കുക, എയും ബിയും 1 1 കൊടുക്കുമ്പോൾ ഇവർക്ക് എന്താണ്, ഓൺ ആവുകയല്ലേ ചെയ്യുക. ഹൈ വരുമ്പോൾ എന്താണ്, NMOSൻ്റെ കേസിലാണെങ്കിൽ ഹൈ വരുമ്പോൾ ഓൺ ആവുകയാണ് ചെയ്യുക. അപ്പോൾ ഇവർ രണ്ടാളും ഓഫാണ്, ഇവർ രണ്ടാളും ഓണാണ്. ഇവർ രണ്ടാളും ഓഫായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ പാത്തുണ്ടോ, VDD ഇതിലൂടെ തന്നെ വരാൻ പാത്തുണ്ടോ, ഇല്ല. VDDനെ മൊത്തം ഡ്രോപ്പ് ചെയ്തതിന് അക്രോസ് ആണ്, ഇതിന് അക്രോസ് ആ വരും. അപ്പോൾ ഇവിടെ എന്തെങ്കിലും ഡ്രോപ്പ് കിട്ടുമോ, ഇല്ല. അപ്പോൾ എന്താണ്, ഔട്ട്പുട്ട് എന്തായിരിക്കും, 0 ആയിരിക്കും അല്ലേ. അല്ലെങ്കിൽ നമുക്ക് VDDക്ക് ഔട്ട്പുട്ടിലേക്ക് പോകാൻ പാത്തില്ല എന്ന് പറഞ്ഞിട്ട് 0 എന്ന് പറയാം. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം, VDD മൊത്തത്തിൽ ഏതിനെ ഇവിടെ പാത്തില്ലാതെ മൊത്തം ഇതിനെ ക്രോസ് ഡ്രോപ്പായി പോകും. അപ്പോൾ ഇവിടെ കിട്ടുന്ന വോൾട്ടേജ് എന്തായിരിക്കും, 0 ആയിരിക്കും. അപ്പോൾ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ ഇതിന് അക്രോസ് ഉള്ള വോൾട്ടേജ് ആണല്ലോ, ഈ ഒരു പോയിന്റിനും ഗ്രൗണ്ടിനും അക്രോസ് ആണ് ഔട്ട്പുട്ട് എടുത്തിരിക്കുന്നത്. ഇവിടെ ഗ്രൗണ്ട് പോയിന്റ് കാണിച്ചിട്ടില്ല എന്നേ ഉള്ളൂ, AB ബാറിന്. ശരിക്കും പറഞ്ഞാൽ AB ബാർ ഈ ഒരു പോയിന്റിനും ഗ്രൗണ്ടിന് അക്രോസ് ആണ് എടുക്കുക. അപ്പോൾ ഇതിന് അക്രോസ് 0 കിട്ടും. അപ്പോൾ നോക്കുക, നമ്മൾ മൊത്തത്തിൽ നമ്മളിങ്ങനെ എഴുതി, ലോയും വരുമ്പോൾ ഹൈ വന്നു, ലോയും ഹൈയും വരുമ്പോൾ ഹൈ വന്നു, ഹൈയും ലോയും വരുമ്പോൾ ഹൈ വന്നു, ഹൈയും വരുമ്പോൾ ലോ വന്നു. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ എന്താണ്, ഇത് NANDന് സിമിലറാണ്. അപ്പോൾ ഇങ്ങനെ ഒരു കണക്ഷൻ കൊടുത്താൽ അതെന്താണ്, NAND ഗേറ്റ് ആയിരിക്കും. അപ്പോൾ നിങ്ങളിത് മനസ്സിൽ ബൈഹാർട്ടായിട്ട് ഓർത്ത് വെക്കുക. PMOS പാരലും NMOS സീരീസും ആവും, എന്നിട്ട് അവർ രണ്ടാളെയും സീരീസ് ആയിട്ട് കണക്ട് ചെയ്യും. അപ്പോഴാണ് നമുക്ക് CMOS NAND ഗേറ്റ് കിട്ടും. ഓക്കെ, അപ്പോൾ NAND ഗേറ്റിൻ്റെ ഓപ്പറേഷൻ ക്ലിയർ ആയില്ലേ. അപ്പോൾ നെക്സ്റ്റ് വി ക്യാൻ സി NOR ഗേറ്റ്. നമ്മളിനി സ്റ്റിക്ക് ഡയഗ്രാമാണ് പഠിക്കാൻ പോകുന്നത്, NANDൻ്റെയും NORൻ്റെ. അതുകൊണ്ട് ഇത് അറിഞ്ഞിരിക്കണം. ഈ സർക്യൂട്ട് ഡയഗ്രാം അറിയെങ്കിൽ മാത്രമേ നമുക്ക് കറസ്പോണ്ടിങ് സ്റ്റിക്ക് ഡയഗ്രാം വരയ്ക്കാൻ കഴിയുള്ളൂ. ഓക്കെ, ലെറ്റ് us see NOR ഗേറ്റ്. NOR ഗേറ്റിൻ്റെ ട്രൂത്ത് ടേബിൾ, വാട്ട് ഈസ് ദി ട്രൂത്ത് ടേബിൾ ഓഫ് NOR ഗേറ്റ്? A+B അല്ലേ. NOR ഗേറ്റ് ഇങ്ങനെയാണ് കാണിക്കുക. NOR ഗേറ്റിൻ്റെ ഔട്ട്പുട്ട് എന്താണ്, NOR എന്ന് പറയുമ്പോൾ ഓറിൻ്റെ ഇൻവേഴ്സ് ആണ് അല്ലേ. അപ്പോൾ എന്താണ്, A+B ഹോൾ ബാർ വരും. അപ്പോൾ 0യും 0യും വരുമ്പോൾ എന്താണ്, രണ്ടും കൂടി ഇത് ആഡ് ചെയ്യാമെന്ന് നിങ്ങൾ വിചാരിക്കും. തന്നെ A or B. ഇപ്പോൾ 0 0 ആകുമ്പോൾ A or B എന്ന് പറയുമ്പോൾ രണ്ടും 0 ആയതുകൊണ്ട് എന്താ 0 ആണ് ഔട്ട്പുട്ടിൽ വരിക. പക്ഷേ ബാർ എടുക്കുന്നതുകൊണ്ട് അത് 1 ആയി വന്നു, 0 1 എന്ന് വന്ന്. അപ്പോൾ എന്താണ്, A+B ബാർ എന്ന് പറയുമ്പോൾ 0യും 1ഉം ആഡ് ചെയ്ത 1, അങ്ങനെയല്ല മനസ്സിലാക്കേണ്ടത്. ഒന്നുകിൽ 0നെ കടത്തിവിടും, അല്ലെങ്കിൽ 1നെ കടത്തിവിടും. അപ്പോൾ ഹൈ ഏതാണ് അതിനെയാണ് കടത്തിവിടുക. അപ്പോൾ 1നെ കടത്തിവിടും. അപ്പോൾ A+B ഓർ ഓപ്പറേഷൻ നടത്തുമ്പോൾ A+B എന്ന് പറയുമ്പോൾ ഹയർ വാല്യായ 1നെ കടത്തിവിടും. പക്ഷേ എന്താണ്, നമുക്ക് NOR ആണുള്ളതല്ലേ, A+Bയുടെ ബാറാണ്. അപ്പം 1ൻ്റെ ബാർ എന്താണ്, 0 ആയി കിട്ടും. ഇനി 1 or 0 അങ്ങനെ തന്നെ പറയണം നമ്മൾ. A+B ഹോൾ ബാർ 1 or 0ൻ്റെ ഇൻവെർട്ടർ. 1 or 0 എന്ന് പറയുമ്പോൾ ഏതാണ് കടത്തിവിടുക, 1നെ കടത്തിവിടും അല്ലേ. 1നെ ഔട്ട്പുട്ടിലേക്ക് കൊടുക്കും. 1നെ കടത്തിവിട്ട് കഴിഞ്ഞാൽ എന്താ, അതിൻ്റെ ഇൻവേർട്ട് ചെയ്ത ഔട്ട്പുട്ടാണ് NOR ഗേറ്റിൽ കിട്ടും. അപ്പോൾ 0 കിട്ടും. 1 1 എന്ന് പറയുന്നത്. അപ്പോൾ 1 1 എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ നേരത്തെ ആഡ് ചെയ്യുന്നതെന്നുള്ള മീനിങ്ങിൽ എടുക്കുന്നതെങ്കിൽ 0യും 1 ആഡ് ചെയ്താൽ 1 1 0 ആഡ് ചെയ്താൽ 1 എന്നാണ് വരിക. അപ്പോൾ 1 1 ആഡ് ചെയ്താൽ 0 ആണ് വരേണ്ടത്. അപ്പോൾ അതിന് ഇൻവേർട്ട് ചെയ്യുമ്പോൾ എടുക്കുമ്പോൾ 1 ആണ് വരേണ്ടത്. അപ്പോൾ ആ രീതിയിലല്ല. ഓർ ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ A or B എന്ന് തന്നെ പറയണം നമ്മൾ.
എ പ്ലസ് ബി എന്ന് പറയുന്നത് എ ഓർ ബി. ഇപ്പോൾ 1 ഓർ 1 എന്ന് പറയുമ്പോൾ എന്താ കടത്തിവിടുക? 1 ആണ് കടത്തിവിടുക ഓർ ഗേറ്റ്. പിന്നെ നോർ ഗേറ്റ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഇൻവേർട്ട് ചെയ്ത ഓപ്പറേഷനാണ്. അപ്പോൾ 1ൻ്റെ ഇൻവേർഷൻ എന്ന് പറയുമ്പോൾ 0 ആണ്. അപ്പോൾ അതിൻ്റെ ട്രൂത്ത് ടേബിൾ ഇതാണ്. അപ്പോൾ ഈ ഒരു കോൺസെപ്റ്റ് ട്രൂത്ത് ടേബിൾ അറിയണം. ഇനി നമുക്ക് സർക്യൂട്ട് ഡയഗ്രാം, ഇതാണ് അതിൻ്റെ സിമ്പിൾ എന്ന് പറയുന്നത്. സർക്യൂട്ട് ഡയഗ്രാം വരയ്ക്കുകയാണെങ്കിൽ, സർക്യൂട്ട് എന്ന് വെച്ചാൽ CMOS നോർ ഗേറ്റ് വരയ്ക്കുകയാണെങ്കിൽ ഇവിടെ എത്ര ഇൻപുട്ട് ഉണ്ട്? ദർ ആർ 2 ഇൻപുട്ട്സ് ആൻഡ് 1 ഔട്ട്പുട്ട്സ്. For 2 inputs in this CMOS logic, there will be 2 PMOS and 2 NMOS. അപ്പോൾ അങ്ങനെയാണ് ഓർക്കേണ്ടത്. 2 PMOസും 2 NMOസും ഉണ്ടാവും. കാരണം ഇൻപുട്ട് കൊടുക്കണമല്ലോ. അപ്പോൾ നേരത്തെ ചെയ്തതിന് നേരെ റിവേഴ്സാണ് ഇത് കൊടുക്കുന്നത്. നേരത്തെ PMOS പാരലലും NMOS സീരീസും ആയിരുന്നു NAND ഗേറ്റിൽ. ഇവിടെ എന്താണ്? PMOS സീരീസും NMOS എന്താണ്? പാരലായിട്ടാണ് കണക്ട് ചെയ്യുക. അപ്പോൾ കണക്ഷൻ എങ്ങനെയാണ് വരുന്നത്? ഇവിടെ ഞാനൊരു കാര്യം കൊടുക്കാൻ പറ്റും. ഇവിടെ VDD ഉണ്ട്. ഓക്കെ, നേരത്തെ ഡയഗ്രത്തിൽ ഇവിടെ VDD ഉണ്ട് അല്ലേ? അപ്പോൾ ഇവിടെയും എന്താണ്? ഇത് VDD പോയിൻ്റാണ്, ഇത് ഗ്രൗണ്ട് പോയിൻ്റാണ്. First 2 PMOSes are connected in series. They are in series with the parallel combination of NMOS. ഓക്കെ, അപ്പോൾ NMOS പാരലും PMOS സീരീസും ആയിട്ടാണ് നോർ ഗേറ്റിൽ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് ഓർത്ത് വെക്കുക. അപ്പോൾ ഇതിൻ്റെ ഓപ്പറേഷൻ എങ്ങനെ നടക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ VDD ഇവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ? 0 0 0യും 0യും ഇവിടെ, ഇവിടെയും 0യും 0. അപ്പോൾ ഇവരുടെ ബിഹേവിയർ എന്താണോ? 0യും 0 ആണ് ഇവിടെ വരുന്നതെങ്കിൽ ഇവൻ എന്താണ്? ഓൺ ആണല്ലേ? ഇവർ രണ്ടുപേരും ഓൺ ആണല്ലേ? ഓൺ ആകുമ്പോൾ VDD ഏതിലേക്ക് പോകും? ഔട്ട്പുട്ടിലേക്ക് പോകും. അപ്പോൾ എന്താണ്? 0യും 0 ആകുമ്പോൾ VDD ഔട്ട്പുട്ടിലേക്ക് കിട്ടും. ഇവർ 0യും 0 ആകുമ്പോൾ ഇവർ രണ്ടുപേരും ഓഫാണ്. ഓഫ് ആകുമ്പോൾ എന്താണ്? ഇവിടെ പാത്തില്ല അല്ലേ? അല്ലെങ്കിൽ നമുക്കങ്ങനെ VDD അങ്ങനെ ഇതിലൂടെ തന്നെ പോയിട്ട് ഇതിൽ താഴെ പോകാൻ നോക്കും, പക്ഷേ പോകാൻ പറ്റില്ല. അപ്പം ഇവിടെയുള്ള VDD മൊത്തം ഇതിനെ ക്രോസ് ഡ്രോപ്പ് ആവും, ഈ പോയിൻറ്റിനെ ക്രോസ് ഡ്രോപ്പ് ആവും. ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് ഇതിനെ ക്രോസുള്ള വോൾട്ടേജാണ്. അപ്പോഴെന്താണ്? ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഹൈ കിട്ടും. ഓക്കെ, ഇനി 0യും 1, A 0യും B 1 ആണെന്ന് വിചാരിക്കുക. A 0 ആകുമ്പോൾ ഇവൻ ഓണാണ്, ഇവൻ ഓഫാണ് അല്ലേ? ഇത് ഇവൻ ഓഫാണ്, ഇവൻ എന്താണ്? ഓണാണ്. അങ്ങനെയാണ് വരും അല്ലേ? അപ്പോൾ ഇതെന്ന് ഇവൻ ഓണാണ്, ഇവൻ ഓഫാണ്. അപ്പോൾ ഇവിടെ പാത്തുണ്ടോ? VDDക്ക് ഔട്ട്പുട്ടിലേക്ക് പോകാൻ കഴിയില്ല, പാത്തില്ല. അപ്പോഴെന്താണ്? VDD ഔട്ട്പുട്ടിൽ എത്തില്ല. അപ്പോൾ ഔട്ട്പുട്ട് എന്തായിരിക്കും? 0 ആയിരിക്കും അല്ലേ? നമുക്ക് അങ്ങനെ പറയാം. ഇവിടെ പാത്തില്ല അല്ലേ? ഇവിടെ പാത്തില്ല എന്ന് പറയുമ്പോൾ ഇത് സീരീസ് ആയതുകൊണ്ട് ഇവിടെ ഏതെങ്കിലും ഒന്ന് ഓപ്പൺ ആയി കിടന്നു കഴിഞ്ഞാൽ മൊത്തത്തിൽ ഇവിടുന്ന് മുതൽ ഇവിടം വരെ ഓപ്പൺ ആണ്. പിന്നെ ഇവർ കണ്ടക്ട് ചെയ്യുന്നുണ്ട്, ഈ പാത്തിലൂടെ തന്നെ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഇവൻ കണ്ടക്ട് ചെയ്യില്ല, ഇവൻ കണ്ടക്ട് ചെയ്യും. അപ്പോൾ എന്ന് വെച്ചാൽ കണ്ടക്ട് ചെയ്യാൻ, പക്ഷേ ഇവിടെ എന്താണ്? പാത്തില്ലാത്തതുകൊണ്ട് മൊത്തം വോൾട്ടേജ് ഇതിനെ ക്രോസ് ഡ്രോപ്പ് ആവും, ഇതിനെ ക്രോസ് ഡ്രോപ്പ് ആവും. അപ്പോൾ ഇവിടെ എന്താണ്? ഇതിലൂടെ തന്നെ കറണ്ട് പോകാൻ സാധ്യതയുണ്ട്, പക്ഷേ മൊത്തം വോൾട്ടേജ് ഇവിടെ ഡ്രോപ്പ് ആയത്. അപ്പോൾ ഇതിനുള്ള ഔട്ട്പുട്ട്, ഇവിടെയുള്ള വോൾട്ടേജ് എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പോൾ ഔട്ട്പുട്ടിൽ എന്താണ്? 0 ആണ് കിട്ടുക. ഇനി 1ഉം 0 എടുത്ത് നോക്കുക. ഇതേപോലെ തന്നെ 1ഉം 0 എടുക്കുമ്പോൾ ഇവൻ എന്ത് ചെയ്യും? ഓൺ ആവും. ഇവൻ ഓഫ് ആവും, ഇവൻ ഓൺ ആവും. ഇവൻ ഓഫ് ആവുന്ന സമയത്ത് 1 വരുമ്പോൾ ഇവൻ ഓഫായി അല്ലേ? ഓഫ് ആകുമ്പോൾ ഇവിടെ ഓപ്പൺ ആയി. അപ്പോൾ എന്താണ്? മൊത്തം വോൾട്ടേജ് ഇതിനെ ക്രോസ് ഡ്രോപ്പ് ആവും. ഇവിടെ വോൾട്ടേജ് ഡ്രോപ്പ് ഒന്നും കിട്ടില്ല. അപ്പോൾ ഔട്ട്പുട്ട് 0 ആയിരിക്കും. ഇനി 1ഉം 1ഉം നോക്കുക. ഇവനും 1 ഇവനും 1 എന്ന് വിചാരിക്കുക. അപ്പോൾ ഇവർ രണ്ടുപേരും ഓഫാണ്, ഇവർ രണ്ടുപേരും ഓണാണ്. പക്ഷേ ഇവർ രണ്ടുപേരും ഓണായിട്ട് കാര്യമുണ്ടോ? ഇല്ല. കറണ്ട് VDDയിൽ നിന്ന് താഴത്തേക്ക് പോയില്ല. അപ്പോൾ മൊത്തത്തിലുള്ള വോൾട്ടേജും ഇതിനെ ക്രോസ് ഡ്രോപ്പ് ആവും. അപ്പോൾ ഇവിടെ വോൾട്ടേജ് ഡ്രോപ്പ് ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് ഇവിടെ വോൾട്ടേജ് ഡ്രോപ്പ് ഒന്നുമില്ല, 0 ആണ് വരിക അല്ലേ? അപ്പോൾ മൊത്തത്തിലുള്ള ഡ്രോപ്പ് ഇവിടെയാണ് കൊടുക്കുക. അപ്പോൾ VDD ഇവിടെ പോവില്ല, ഔട്ട്പുട്ടിലേക്ക് പോവില്ല, മൊത്തം ഇവിടെ ഡ്രോപ്പായി പോവുകയാണ് ചെയ്യുക. അപ്പോൾ ഔട്ട്പുട്ട് എന്താണ്? 0 ആണ് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് CMOS NOR ഗേറ്റ്. അപ്പോൾ നമ്മളിത് വർക്കിംഗ് എക്സ്പ്ലനേഷനാണ് പറഞ്ഞത്, CMOS NORൻ്റെയും CMOS NANDൻ്റെയും. For drawing the stick diagrams, we need to know only the circuit diagram for NOR gate and NAND ഗേറ്റ്. CMOS ഇൻവെർട്ടർ നമ്മൾ പഠിച്ചു. CMOS ഇൻവെർട്ടറിൻ്റെ സ്റ്റിക്ക് ഡയഗ്രാം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. നെക്സ്റ്റ് വി ഹാവ് ടു ഗോ ടു ദി CMOS NAND ഗേറ്റ് സ്റ്റിക്ക് ഡയഗ്രാം ആൻഡ് CMOS NOR ഗേറ്റ് സ്റ്റിക്ക് ഡയഗ്രാം. ഫോർ ദാറ്റ് വി നീഡ് ടു നോ ദി drawing of the CMOS diagrams. Okay, so that's all about this topic. Thank you.